ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായി സന്തോഷമായിരിക്കുന്നു. 2-3 ദിവസം കൊണ്ട് പനി ശ്വാസം മുട്ടൊക്കെ ആയിരുന്നു കേട്ടോ കൂട്ടുകാരെ. ഇത് വെള്ളിയാഴ്ച രാത്രി, അതായത് സന്ധ്യയ്ക്ക് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങളുടെ പൂച്ച കുഞ്ഞിങ്ങനെ വരയണം, ഒന്ന് നോക്കുകയാണ്. അപ്പം സുഖമില്ലാതിരുന്നത് കൊണ്ട് വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കാതിരുന്നു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഞാൻ മക്കൾക്ക് ഇനിയെങ്കിലും നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് മക്കൾക്കുള്ള ഇടിയപ്പവും ബീഫ് പെരട്ടും തയ്യാറാക്കാമെന്ന് വിചാരിക്കണേണ്. അപ്പം ഞാൻ വന്ന് നിന്നിങ്ങനെ ആലോചിക്കണേണ്. അപ്പോൾ ആദിത്യം കടയിൽ പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ ആദിത്യന് സാധനം വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടപ്പോൾ ആദിത്യം സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷെ തേങ്ങ എടുക്കാൻ വേണ്ടി ആദിത്യം മറന്നുപോയി. അങ്ങനെ ആദിത്യം പോയി തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വരെയണം. ഇതിന് ശേഷം ഞാൻ പാല് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും മോനും കൂടെ പാല് കുടിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വയ്യാതായതിൻ്റെ അന്ന്, ബുധനാഴ്ച വയ്യാതായതിൻ്റെ അന്ന് നനച്ചിട്ട തുണികളാണ്. ആ തുണികളൊക്കെ ഞാനും മോനും കൂടെ വിരിച്ചതിന് ശേഷം വന്ന് ഞാനും ആദിത്യനും മൂത്തവൻ മോനും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് പാലൊക്കെ കുടിച്ചതിന് ശേഷം 3 ദിവസമായ തുണികൾ കിടപ്പുണ്ട് ഇനി നനയ്ക്കാൻ വേണ്ടി. അപ്പം ആ തുണികളെല്ലാം കൂടെ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് എടുത്തുകൊണ്ടൊക്കെ വന്ന സമയത്ത് ഞാൻ നേരത്തെ ഇടിയപ്പത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പം എന്തായെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഇടിയപ്പം ആദ്യത്തെ സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ബീഫും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇടിയപ്പം നല്ല ചൂട് നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂട് ഇടിയപ്പവും ബീഫ് കറിയൊക്കെ കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തേക്ക് ഭയങ്കര ടേസ്റ്റും കൂടി ആയിരിക്കും. കാരണം 2-3 ദിവസമായില്ലേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാനും ഇടിയപ്പമൊക്കെ ഒന്ന് ഇടയ്ക്ക് മാറ്റി വെച്ച് ഇനി അടുത്തൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് എനിക്ക് പിഴിഞ്ഞ് വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുത്ത് ഇടിയപ്പത്തിനുള്ള മാവ് ഞാൻ പിഴിഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഇടിയപ്പത്തിൻ്റെ അച്ച് അടിപൊളിയായിട്ട് എനിക്ക് കയ്യിൽ വഴങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പുട്ട് ഉണ്ടാക്കണേക്കാളും അപ്പം ഉണ്ടാക്കണേക്കാളും ഒക്കെ എനിക്ക് എന്താണ് ഉണ്ടാക്കുക എളുപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കണതാണ് എനിക്ക് എളുപ്പപ്പണി കേട്ടോ. അപ്പോൾ ഞാനും ഇടിയപ്പത്തിനുള്ള എല്ലാം പിഴിഞ്ഞ് ഇപ്പോൾ അടുത്ത് 2 തട്ടിലും, പിന്നെ 1 തട്ട് ഫുള്ളും, പിന്നെ 1 തട്ടിൽ 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആക്കി അടച്ച് ഞാൻ വെച്ച് കൊടുത്തിട്ട് ഞാൻ ഹോളിൽ കൂടെ നോക്കണേണ്. അതിനകത്ത് മാവൊന്നുമില്ല. പിന്നെ നനയ്ക്കാൻ വേണ്ടിയുള്ള തുണി വന്ന് മറിച്ചൊക്കെ ഇട്ട് ഓരോന്ന് ഇതെടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇട്ട് കൊടുത്താൽ നാളെ ഇനി നനയ്ക്കാൻ കിടന്ന് ബുദ്ധിമുട്ടണ്ട കൂട്ടുകാരെ, തിരക്കി നടക്കണ്ട. രാവിലെ എണീറ്റ് ഇത്തിരി സർഫും അതിനുള്ള ആവശ്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നനയ്ക്കാൻ വേണ്ടി ആക്കി കൊടുത്താൽ അത് അവിടെ ഇരുന്ന് നനഞ്ഞ് എടുക്കും. പിന്നെ ആദിത്യനാണ് കേട്ടോ ഇന്ന് 3 ദിവസം കൊണ്ട് വീടൊക്കെ തൂത്തുവാരെയും വൃത്തിയൊക്കെ ആക്കിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാലും പൊടിയാണ് കൂട്ടുകാരെ. നമ്മൾ റോഡ് സൈഡല്ലേ നമ്മളെ വീട്. അപ്പോൾ അടുക്കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല താന്നിരിക്കണ ഭാഗം കൂടിയാണ്. എപ്പോഴും മണ്ണും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനൊന്ന് അവിടെയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി. ആദിത്യനാണ് എപ്പോഴും ചെയ്യണത്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് ആദിത്യന് തന്നെ ഇരുന്ന് വീട്ടിലെ മൊത്തം പണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാലും നമ്മൾ ഇനി വയ്യെങ്കിൽ ഇച്ചിരി കുറവ് കിട്ടിയല്ലേ, അപ്പോൾ നമ്മൾ ഇനി കിടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലികളൊക്കെ നമ്മൾ ചെയ്ത് അവർക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ വന്ന് ഇത് ഹോസ്പിറ്റലിൽ ശ്വാസം മുട്ട് കൂടുതലായിട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ആവി എടുക്കാൻ വേണ്ടി. പിന്നെ ആവി എടുക്കാതെ ഇനിയിപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അടുത്തൊരു പ്രാവശ്യം ഇതുപോലെ വയ്യാതായി വരുന്ന സമയത്ത് ഇത് കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നു കിട്ടും. അപ്പോൾ ഞാൻ അതിവിടെ കൊണ്ടുവന്ന സമയത്ത് ആദ്യത്തേനെ അതൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാനതിനെ ഒന്ന് ചുറ്റിയെടുത്ത് നമുക്ക് ഇനി ആവശ്യമുള്ള സമയത്ത് ഇത് എടുത്താൽ മതിയല്ലേ, ഇനി പുറത്തിരിക്കേണ്ട ആവശ്യമില്ലേ ഇത്. അങ്ങനെ ഞാൻ അതിനെ ഒന്ന് ചുറ്റിയെടുത്ത് കവറിനകത്ത് ആക്കി കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി എപ്പോഴാണ് ഇത് ആവശ്യമെന്ന് അറിഞ്ഞത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കൂട്ടുകാരെ, ശ്വാസം മുട്ടും ഇങ്ങനെ പനിയൊക്കെ. അപ്പോൾ കൊണ്ടുവന്ന് വെച്ച് അപ്പോഴും പിള്ളേരൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിന് വെച്ചിരുന്നെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇടിയപ്പം അപ്പുറത്തിരുന്ന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് വെക്കുകയാണ്. ആദ്യത്തെയും പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അവിടെയൊക്കെ. എന്നിരുന്നാലും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രം ഒന്ന് കഴുകി അങ്ങ് വൃത്തിയാക്കി ഒതുക്കി വെക്കണമല്ലോ. ഒതുക്കി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഉന്മേഷം തോന്നും ജോലി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ ഒരു സെറ്റ് പാത്രമൊക്കെ ഞാൻ കഴുകി. ഇഡലി പാത്രത്തിൽ ഇടിയപ്പം അപ്പോഴും റെഡി ആയില്ല, 2ാമത് വെച്ചത്. പിന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചൊക്കെ എടുത്ത് ഒതുക്കിയൊക്കെ വെച്ച് കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം ഇനി നമുക്ക്
ബീഫിന് ആവശ്യമായ സവാള ഒന്ന് അരിയണം കൂട്ടുകാരെ. സവാള ഞാൻ അരിഞ്ഞിട്ടില്ലായിരുന്നു. സവാള അരിയാൻ നോക്കിയപ്പോൾ പിച്ചാത്തിക്ക് മൂർച്ചയില്ല. കാരണം 2-3 ദിവസമായില്ലേ പിച്ചാത്തി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതൊന്ന് ഞാൻ അവിടെ വെച്ചതിന് ഒന്ന് തേച്ചെടുത്ത് ഇട്ട് നമ്മുടെ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി എടുക്കും. കഴുകി എടുത്തതിന് ശേഷമാണ് ഒന്ന് നീളത്തിന് ഞാൻ അരിഞ്ഞെടുക്കും കേട്ടോ. കാരണം നമ്മുടെ ബീഫിന് ഞാൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് കൊച്ചുള്ളിയും ഒരു തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കൂടെ ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമ്മളുടെ ഇതിലൊരു മസാല നമ്മൾ ചേർക്കൂല, കുറച്ച് കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ചേർക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തു കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവണ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലേ. അപ്പോൾ ഞാൻ ഈ ബീഫിൽ നിന്ന് മാറ്റിയിട്ട് 2-3 ദിവസമായി. വയ്യാതാവണേൻ്റെ അന്ന് വാങ്ങിച്ചതാണ് അവർക്ക് രാത്രി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. പക്ഷേ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാനിന്ന് എന്തായിരുന്നു ഇത് ഉണ്ടാക്കി കൊടുത്തേ ഇവർക്ക് പറ്റുള്ളൂ എന്നുള്ള ശാഠ്യത്തിലാണ് ഇന്നത്തെ ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. അങ്ങനെ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകാൻ വെച്ചതിന് ശേഷമാണ് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കാത്ത കാര്യം ഓർമ്മിച്ചത്. പിന്നെ ഞാൻ തേങ്ങാക്കൊത്തൊന്ന് അരിഞ്ഞെടുത്ത് എണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്ത് പട്ടയും ഗ്രാമ്പൂ ഏലക്കയും ചേർത്ത് കൊടുത്ത് കുറച്ച് പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കും. അതൊന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ നമ്മളുടെ കൊപ്ര ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് വാടി വരണ സമയത്ത് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ നമ്മളുടെ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് ഒന്ന് അത് വഴണ്ട് വരണ സമയത്ത് ഞാൻ നമ്മളുടെ ഉള്ളിയിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് നമ്മളെ ബീഫ് കുറച്ച് തന്നെ ആട്ട കൂട്ടുകാർ ശകലമാണേ. ബീഫ് ഒരു 150 രൂപ വരെ ബീഫാണ് കേട്ടോ ഇത്രയും. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കും. ഇളക്കി നമ്മൾ ഒന്ന് കറിയായിട്ടല്ല വെക്കണം, അത് കുറച്ച് പുരട്ട് കണക്കാണ് ഇത് ഉണ്ടാക്കി എടുക്കണത്. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇത്തിരി അടച്ച് വെച്ച് കൊടുക്കും. അടച്ച് കൊടുത്ത് നമ്മുടെ ബീഫിൻ്റെ മണമൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയപ്പോൾ ഞാനൊന്ന് തുറന്ന് ഇളക്കി എടുക്കും കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ സമയത്താണ് ഇനി നമ്മൾ കുരുമുളക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഞാനൊരു 10 രൂപ വരെ ഒരു കുരുമുളക് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരുമുളകാണ് ഞാനൊന്ന് ചതച്ചാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചതക്കണം തന്നെ ആ കവറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളുടെ ചപ്പാത്തീര പരത്തണ കുറ്റി ഉണ്ടല്ലോ അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂട് വെച്ചൊന്ന് ചതച്ച് നമ്മുടെ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി അടച്ച് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി. ഇനി അവർക്ക് കഴിക്കാൻ കൊടുക്കണം. 2 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ, 2 മക്കളും. അപ്പോൾ മക്കൾക്കുള്ള കഴിക്കാനുള്ള ഇടിയപ്പവും ഞാൻ എടുത്ത് നമ്മുടെ ബീഫ് പെരട്ടും കോരി കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ വരും കേട്ടോ. അപ്പം അവന് എന്നെ ആദ്യം കഴിക്കാൻ വേണ്ടി കൊടുക്കും. കാരണം 2-3 ദിവസമായില്ലേ കടയിൽ നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണത്. അപ്പം പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചപ്പോൾ ഓടി വരെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ബീഫിൻ്റെ പുറത്ത് കുറച്ച് സവാളയും കൂടെ ഇട്ട് കൊടുക്കും, കൊണ്ടുപോയി പിന്നെ മൂത്ത മോനും കൊടുത്ത് 2 പേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ ആദ്യം ബീഫിനെയും ഇടിയപ്പത്തിനെയും കുറിച്ച് എൻ്റെ അടുത്ത് പറയുകയാണ് നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന്. കാരണം വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നമ്മൾ എത്ര അതിന് കടയിൽ നിന്ന് വാങ്ങിച്ചിരുന്നാലും. അപ്പം മൂത്താൾ ഇപ്പുറത്തിരുന്ന് കഴിക്കണുണ്ട് കേട്ടോ. അതിനുശേഷം ചേട്ടൻ ഓട്ടം കഴിഞ്ഞ് വന്ന് ഓട്ടോറിക്ഷയിലായിരുന്നു ഓട്ടം. വന്ന സമയത്ത് പറഞ്ഞ് തണുപ്പാണ് പുറത്ത്, ഇത്തിരി കട്ടൻ ചായ ഇട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കട്ടൻ ചായക്കൊക്കെ വെള്ളം വെച്ച് പിന്നെ പുറത്തുനിന്ന് ഇറങ്ങി നോക്കിയപ്പം ഭയങ്കര മേഘമൊക്കെ കറുത്ത് ഇരുണ്ട് വരുന്നുണ്ട് മഴയ്ക്കുള്ള അടുത്ത്. അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.